നമുക്കിന്ന് മൂന്നാറിലേക്ക് ഒരു യാത്ര പോയാലോ? തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂട്ട ഹെയർ പിൻ ബെൻഡിലൂട്ടൊരു യാത്ര. അതിനിടയിൽ കോടമഞ്ഞിൻ്റെ ഒരു വരവും റോഡ് സൈഡിലൂടെയുള്ള ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൗന്ദര്യവും അതെല്ലാം ആസ്വദിച്ചിട്ടൊരു യാത്ര പോയാലോ? മൂന്നാറിലെ പ്രഭാതത്തിലൊരു കാഴ്ചയാണിത്. മൂന്നാർ ടൗണിൽ തന്നെയുള്ള ഒരു പ്രശസ്തമായ ഒരു സ്കൂളാണിത്, സ്കൂൾ കെട്ടിടമാണിത്. ആ സ്കൂളിൻ്റെ പിറകിൽ സുന്ദരമായൊരു മലയും കൂടിയുണ്ട്. പിന്നെ കുണ്ടലയാറ്, നല്ല തണ്ണിയാർ, കുണ്ടലയാറ്, മുതലപ്പുഴയാർ, അങ്ങനെ 3-6 കൂടിയിട്ടാണ് മൂന്നാർ വന്നത്. അപ്പോൾ ഇവിടുന്നാണ് നമ്മളെ കാഴ്ചകളെ തുടക്കം. കാഴ്ചകൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. മൂന്നാർ ടൗണിൽ നിന്ന് തന്നെ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൂട്ട വളഞ്ഞ് കിടക്കുന്ന റോഡ്. ആഹാ, എന്താ അതിൻ്റെ ഒരു ആ യാത്രേൻ്റെ ഒരു വൈബിനൊരു പ്രത്യേക വൈബ് തന്നെയാണ്. മൂന്നാർ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് വെള്ളച്ചാട്ടമുണ്ട്, പിന്നെ കുറേ വ്യൂ പോയിൻ്റുകളാണ് കൂടുതലും. നമ്മൾ ഈ വ്യൂ പോയിന്റിൽ ആസ്വദിച്ച് വരുമ്പോഴായിരിക്കും മറ്റവൻ്റെ ഒരു വരവ്. കോട ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ സാറേ പിന്നെ ചുറ്റുകളൊന്നും കാണാൻ പറ്റൂല. കാർമേഘവും പച്ചപ്പും ഒരുമിച്ച് വന്ന എന്തായിരിക്കും ഇത് ആകാശത്തിനടുത്ത്. മൂന്നാർ നമ്മൾ കയറുമ്പോഴുള്ള ആദ്യത്തെ വ്യൂ പോയിൻ്റ് ആയത്. രക്ഷയില്ലാത്തൊരു കാഴ്ച തന്നെയാട്ടാ. നമ്മൾ KSRTCൻ്റെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിലൂടെയാണ് പോയിട്ടുണ്ടായത്. കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ വളരെ അടിച്ചു പൊളിച്ച് എല്ലാം പോയതാണ്. അവിടെ കാഴ്ച എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു കാഴ്ച തന്നെയത്.
ഇതാണ് അടുത്തൊരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി. റോഡിൻ്റെ വക്കത്തിനുള്ളൊരു മനോഹരമായൊരു വെള്ളച്ചാട്ടം. ഇതെന്ന് പറയുന്നത് മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വന്നിട്ട് റോഡിൻ്റെ അടിയിലൂടെ അങ്ങ് താഴേക്ക് പതിക്കുക ചെയ്യുക. കോട ഇങ്ങനെ വന്നുകൊടുക്കുന്നുണ്ട്. അങ്ങനെ കോട എത്തിയിട്ടുണ്ട്. പെരിയാർ നദിയാണ് ആ കാണുന്നത്. തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഉയർന്നു നിൽക്കുന്ന ചില വൃക്ഷങ്ങളും പിന്നെ അതിൻ്റെ സൈഡിലൂടെ ഒഴുകിപ്പോകുന്ന നദിയും എന്തല്ലേ. ഇതാ ഇപ്പം ആ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ ഉയർന്നു നിൽക്കുന്ന വൃക്ഷങ്ങളെ ശരിക്കും കാണാൻ പറ്റിയത്. ആ ബ്യൂട്ടി ഇപ്പോഴാണ് കിട്ടുന്നത് നമുക്ക്. കാഴ്ചകളുടെ ഭംഗി നമ്മൾ നൃത്തത്തിലൂടെ ഒന്ന് ആകർഷിച്ചു. KSRTC ബസ്സിൽ പോയതുകൊണ്ട് തന്നെ അതിൽ വലിയൊരു സ്പീക്കർ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വ്യൂ പോയിൻ്റ് കിട്ടിയപ്പോൾ അവിടെ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളിച്ചിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു ഡാൻസ് കളിക്കാനെല്ലാം. അവിടുത്തെ ആ സമയത്തെ ക്ലൈമറ്റും കാഴ്ചയെല്ലാം ഇപ്പോൾ ഒരു രസമായിരുന്നു സംഭവം. നമ്മളെ മൂന്നാർ കാഴ്ചകൾ അങ്ങനെ വൈൻഡപ്പ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ഇനി
പുതിയ ട്രിപ്പിലെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.